ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേയുടെ പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഇറങ്ങിപ്പോയി എന്നുള്ളൊരു സന്തോഷത്തിലാണ് വൈജയന്തിയും കൂടെ കമലയും കേട്ടോ. എന്നാൽ ഇരുവരുടെയും മനസ്സിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ഇതുപോലെ തന്നെ അലീന പോയ സമയത്ത് തിരികെ വീട്ടിലേക്ക് വന്നിരുന്നില്ല. അതേ രീതിയിൽ തന്നെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവളെ തീർച്ചയായിട്ടും വീട്ടിലേക്ക് കയറ്റരുതെന്ന് കമല പറയുന്ന സമയത്ത് എൻ്റെയും മനസ്സിൽ അത് തന്നെയാണുള്ളത്. ഞാനൊരു ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ഇനി അവൾ ആ വീട്ടിലേക്ക് തിരികെ വന്നാൽ അവൾ ഞാൻ വീട്ടിലേക്ക് കയറ്റുകയില്ല എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ കാത്തിരിക്കുന്ന ഭാഗം എന്നത് അലീനയും കൂട്ടിക്കൊണ്ട് ബാലേട്ടൻ പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ അലീന തൻ്റെ വീട്ടുകാരെ പറ്റി, അതായത് നമ്മൾ സ്വന്തം പോലെ കരുതിയ ബബിത, കൃഷ്ണ, രോഹിത് എന്നിവരെ കുറിച്ചൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളെ കുറിച്ച് സങ്കടപ്പെടുന്ന സമയത്ത് ബാലേട്ടൻ മറ്റൊരു സത്യം കൂടിയിട്ട് അലീനയോട് പറയുന്നുണ്ട്. കുളത്തൂർ പുഴയിലെ പ്ലാന്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തെ പ്ലാന്ററാണ് സ്റ്റാലിൻ ജോസഫ്. മാത്രമല്ല സ്റ്റാലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അലീന ഒരു ഭയങ്കര അതിശയത്തോടും മാത്രമല്ല സങ്കടത്തോടും കൂടി തന്നെ ബാലൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. അതിനുശേഷം ബാലേട്ടൻ വീണ്ടും പറയുകയാണ്, ഇപ്പം നിനക്ക് സ്റ്റാലിനെ പറ്റിയുള്ള ഏകദേശ രൂപങ്ങൾ മനസ്സിലായി കാണുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ അവിടെ ചെന്ന സമയത്ത് സ്റ്റാലിൻ എന്ത് പറഞ്ഞു, അദ്ദേഹം എന്നെ സ്വീകരിക്കാമെന്ന് സമ്മതിച്ചോ എന്ന് ചോദിക്കുന്ന നേരത്ത് തീർച്ചയായിട്ടും അദ്ദേഹം മോളെ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് നിന്നെയും കുട്ടി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലീനയ്ക്കത് ഒരു ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതിലുപരി ഏറ്റവും അവസാനം നമ്മുടെ ബാലേട്ടൻ അലീനയും കൈ പിടിച്ചുകൊണ്ട് വരുന്നൊരു സീനുണ്ട്. ആ മോനെ അത് കാണേണ്ട ഭാഗം തന്നെയായിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് അച്ഛൻ സ്വന്തം മകളെ കൈ ചേർത്ത് പിടിച്ച് നടക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരും തന്നെ മിസ് ചെയ്യരുത്, എല്ലാവരും കാണണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.